10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിലേക്ക് അവരെ പഠിപ്പിച്ച് ചെയ്യുന്നു. പിന്നെ അത് വലിയൊരാശയമായി 1000 പേരെ പഠിപ്പിച്ച് തൊഴിൽ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ കുഞ്ചൻ നമ്പ്യാരെ ഓർക്കാതെ വയ്യ. ബൈബിൾ വേണമെങ്കിൽ എനിക്ക് പറയാട്ടോ അച്ഛ, ബൈബിൾ തന്നെയാണ് കുഞ്ചൻ നമ്പ്യാർ എഴുതിയത്. വിത്ത് എവിടെ വിതയ്ക്കണം എന്നതിനെ കുറിച്ച് കുഞ്ചൻ നമ്പ്യാർ പറയുന്നുണ്ട്, നല്ല കൃഷിക്കാരൻ താൻ കല്ലൊരു കല്ലിൽ വിതച്ചാൽ കരികയുള്ളൂ, നല്ലൊരു വയലിൽ തൊഴുതു വിതച്ചാൽ നെല്ല് ഒരു നാഴിക്ക് ഒരു പറ വിളയുന്നു. ഒരു നാഴി 4 നാഴി ഒരിടങ്ങഴി, 10 ഇടങ്ങഴി ഒരു പറ എന്ന് വെച്ചാൽ ഒരു നാഴി വിത്തെറിഞ്ഞാൽ 40 നാഴി കതിരും നെല്ലുണ്ടായി വരും. നല്ല മണ്ണിലാണ് വീണതെങ്കിൽ, അല്ലാത്തടത്ത് വീണിട്ട് കാര്യമില്ല. അപ്പൊ കണ്ണൂരെ ഡയറക്ടറോട് മെഹറൂഫിനോടത് പറയുമ്പോൾ നല്ല മണ്ണായാണ് മെഹറൂഫിന്റെ മനസ്സ്. അതുതന്നെയാണ് കുഞ്ചൻ നമ്പ്യാർ പറയുന്നത്. എന്ന കണക്കെ കേൾക്കുന്നവരറിയുന്ന ജനങ്ങൾ മഹത്വക്കളെങ്കിൽ നിങ്ങൾ ആരും പറയുന്നു, അത് കേട്ട ആള് മഹാത്മാവാണെങ്കിൽ ഇന്നവരെന്നില്ല അവരുടെ വാക്കുകൾ നമ്മെന്നും വരും. ഇതിലൂടെ അർത്ഥം ആരോട് പറഞ്ഞു എന്നതല്ല പ്രധാനം, ആർ പറഞ്ഞു എന്നതല്ല പ്രധാനം, ആര് കേട്ടു എന്നതാണ് പ്രധാനം. മഹത്തായ മനസ്സുള്ളവർ ഒരു ചെറിയ കാര്യം ചെറിയ ഒരാൾ പറയുമ്പോൾ അത് കേട്ടാൽ ആ മനസ്സിലാണ് എന്ത് വിളയുന്നത്, 100 പറയായിട്ട് അത് വിളയുന്നത് എന്നാണ് അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ട മെഹറൂഫിനോട് മനസ്സ് മഹത്തരമായതുകൊണ്ടാണ് അങ്ങനെ ഒരു ചെറിയ നിർദ്ദേശം വന്നപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് അത് ഇത്ര വിപുലമാക്കാൻ സാധിച്ചു. എനിക്ക് ഇപ്പോഴും ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സിൽ ഒരു 500 പേർക്ക് അല്ലെങ്കിൽ ഒരു 100 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഞാൻ നമസ്കരിക്കും. എന്തുകൊണ്ടാണ്? ഞാൻ അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ടല്ല, എൻ്റെ നാട്, എൻ്റെ സമൂഹത്തിൽ അത്രയും പേർക്ക് തൊഴിൽ കൊടുക്കാൻ ഒരാൾക്ക് സാധിച്ചല്ലോ എന്ന് ആലോചിക്കുകയാണ്. നമുക്ക് ഒറ്റയ്ക്കൊന്നും വലുതാവാൻ പറ്റില്ല കേട്ടോ, അത് മൗഢ്യമാണ്. നമുക്ക് എപ്പോഴും ഒരുമിച്ചേ നന്നാവാൻ പറ്റും. കാരണം കുറച്ചു കൂട്ടരുടെ കയ്യിൽ മാത്രം സ്വത്ത് വരികയും ബാക്കിയുള്ളവർ ഒന്നുമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്നിടത്ത് എന്തുണ്ടാവും? ആലോചിച്ച് പറഞ്ഞാൽ മതി. വിപ്ലവം ഉണ്ടാവും, ഉറപ്പല്ലേ? ജനങ്ങൾക്ക് സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? ഒരു പരിധി വരെ സഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവൻ പോയാലും ആർക്കും എന്തില്ല, പേടി ഉണ്ടാവില്ല. അങ്ങനെയാണ് പല ഭീകര പ്രസ്ഥാനങ്ങളും ഒക്കെ ഉടങ്ങുന്നത്. എല്ലാ ഭീകര പ്രസ്ഥാനവും അങ്ങനെയല്ല, ചിലതൊക്കെങ്കിലും അങ്ങനെയാണ്. വിപ്ലവങ്ങൾ അങ്ങനെയാണ് ഉണ്ടാവുന്നത് പലപ്പോഴും. ഇത് എത്ര മുറിയുള്ള ഒരു വീടുണ്ടെങ്കിലും എനിക്ക് ഒരു കട്ടിലുമല്ലേ കിടക്കാൻ പറ്റൂ? എല്ലാ മുറിയിലെ കട്ടിലിൽ പോയിട്ട് കിടക്കാൻ പറ്റുമോ? അങ്ങനെ കിടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് എത്ര വലിയ വാഹനം ഉണ്ടെങ്കിലും ഒരു വാഹനത്തിലേ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ ഒരേ സമയം. അപ്പൊ അതുകൊണ്ട് എത്ര ഉണ്ടെങ്കിലും ഒരു മനുഷ്യൻ എന്ന വ്യക്തിക്ക് അത് അനുഭവിക്കാൻ വളരെ കുറച്ച് മതി. അതുകൊണ്ടാണ് ഇപ്പോൾ വികസിത രാജ്യങ്ങളൊക്കെ തന്നെ മിനിമലിസ്റ്റിക് ലിവിങ്ങിലേക്ക് വരികയാണ്. മിനിമത്തിൽ ജീവിക്കാൻ ശീലിക്കുക എന്ന് വെച്ചാൽ പട്ടിണി കിടക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. കുറേ ആർഭാടം, മറ്റേ നമ്മുടെ മരിച്ചുപോയ നമ്മുടെ ജയലളിത പഴയ നമ്മുടെ മുഖ്യമന്ത്രിയായ തമിഴ്നാട് മുഖ്യമന്ത്രി, അവർക്ക് 2000-ഓളം ചെരുപ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതൊരു ഭ്രമം, കമ്പം എന്നൊക്കെ നമ്മൾ പറയുന്ന അസ്വാഭാവികമായ സ്വഭാവങ്ങളാണ് അതൊക്കെ. അല്ലാത്തവർക്ക് എത്ര വേണം എന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് വികസനം എന്നത് പ്രകൃതിയെ ദ്രോഹിക്കാതെ, നമുക്ക് പ്രകൃതി വേണം, പ്രകൃതിക്ക് നമ്മൾ ആവശ്യം തന്നെ ഇല്ല, അതിന് മാത്രം ദ്രോഹമാണ് പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്നത്. പ്രകൃതിയെ നമുക്ക് വേണം എന്നതുകൊണ്ടാണ് നമ്മൾ മിനിമലിസ്റ്റിക് ജീവിതത്തിലേക്ക് പോകുന്നത്. അതുപോലെയാണ് ഇത്. ആ കുട്ടി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. എനിക്ക് ഒരു ചെറിയ സമ്മാനം വാങ്ങിക്കൊടുക്കാൻ, എൻ്റെ കൊച്ചു ആവശ്യങ്ങൾക്ക് എനിക്കൊരു പണം വേണ്ടേ എന്ന് ചോദിച്ച് ജോലിയിലേക്ക് ഇറങ്ങിയ ഈ കുട്ടിക്ക് ഒരു ഘട്ടത്തിൽ അവർക്ക് വരുമാന സ്രോതസ്സായിരുന്ന വ്യക്തിയോ പ്രസ്ഥാനമോ അല്ലെങ്കിൽ കച്ചവട സ്ഥാപനമോ പൂട്ടിക്കഴിയുമ്പോൾ അവർ ഒറ്റയ്ക്ക് തൊഴിൽ ചെയ്യേണ്ടി വരും. അപ്പൊ ഇപ്പൊ ഒരു ഹോബിക്ക് തുടങ്ങിയ തൊഴിൽ ഒരു പക്ഷേ ഒരു ഭക്ഷണം വാങ്ങുന്ന അവസ്ഥയ്ക്ക്, തൊഴിൽ വേണ്ട അവസ്ഥയിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കാം. ഏറ്റവും കൂടുതൽ പ്രാവശ്യം എയർലൈൻസിൽ സഞ്ചരിച്ചതിന് എല്ലാ വർഷവും അടുപ്പിച്ച് ഏതാണ്ട് ഒരു 10 വർഷത്തോളം എയർലൈൻസിന്റെ അവാർഡ് വാങ്ങിയ ഒരു വ്യക്തി എല്ലാ ബിസിനസ്സും തകർന്നിട്ട് അതിന്റെ മകൻ ഒരു സിറോക്സ് കമ്പനിയിൽ, മോഡി സിറോക്സിൽ ഒരു സർവീസ് എഞ്ചിനീയറായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരാളായിട്ട് വർക്ക് ചെയ്യാണ് കമ്പനി. ആ അച്ഛനെ അയാൾ കിടത്തിയിരിക്കുന്നത് ഒരു വീടിന്റെ ചായ്പിലാണ്, അച്ഛന് വയ്യാതായിട്ട്. നിങ്ങൾ ഓർക്കണം,
അത് ആ കുട്ടിയെ സംബന്ധിച്ച് അവൻ തീവണ്ടിയിൽ യാത്ര ചെയ്തിട്ടില്ല, ബസ്സിൽ പോയിട്ടില്ല. വിമാനവും കാറും മാത്രമല്ലാതെ മറ്റൊരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടും ഉപയോഗിക്കാത്ത ആ പയ്യൻ അവസാനം ഇങ്ങനെ ഒരു തൊഴിൽ ചെയ്ത് അച്ഛനെ നോക്കേണ്ടി വരുന്ന അവസ്ഥ. നമ്മുടെ മനസ്സിന് തീവ്രമായ നന്മ വരണേ എന്നുള്ള ആഗ്രഹം, ഇങ്ങനെ വരരുതേ എന്നുള്ള നമ്മുടെ ഒരു അപേക്ഷ, ഇതെല്ലാം പ്രാർത്ഥനയാണ്. അത് ഈശ്വരനോടാവാം, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോടെന്ന് അറിയാതെ നമ്മൾ വിചാരിക്കുന്നതാവാം, എല്ലാം പ്രാർത്ഥനകളാണ്. എൻ്റെ പ്രാർത്ഥന നിന്നോടൊപ്പമുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും നിനക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്നു, നിന്നെ ഓർക്കുന്നു, നിനക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം. അതുപോലെ ഇപ്പൊ നിങ്ങൾ ജിടെക്കിന്റെ വിമൻ പവർ 2024 കടക്കുമ്പോൾ മറൂഫ് എന്നോട് സ്വകാര്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഞാൻ പറയണം. 1001 പേർക്ക് ഇവിടെ കൊടുക്കുമ്പോൾ ഒരു 100 പേർക്ക് മറ്റൊരു സംസ്ഥാനം നമ്മൾ 100 പേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, വേറൊരു സംസ്ഥാനത്ത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 1101 പക്ഷെ okay, so I would rather switch off my speech to English because I think you understood my Malayalam. It's very simple, so most of you might have understood it very clearly, but still, you know, most of us who are sitting here might be thinking that Maruf is taking only from Kerala. It's not so. He has decided to take from the other states too. So in 2024, all JTech Women Power, you can see 1000+1 and 1001 people will be selected, trained and employed. Along with that, another state has also been selected, and from there he has planned to take 100 after the interview as we are doing here right now, and employ them too. And I'm sure my student from Kozhikode, and now he has a big large campus in the Gulf country, and also there's going to be a university named GTech University. So all of us who are sitting here, including myself, will feel so proud of, for me, my student, for you, your friend or your employer or whatever the relations you have with Maruf. You'll also be so proud when you hear or when you read or watch on the TV that the GTech University is being inaugurated in, shall I say, in Mumbai. Let's see. So once we went to Mumbai to get a job or to do some business, now we are entering into establishing a university. It's not a joke. It's not a joke, my dear friends, because this town has become a city of literature by UNESCO. That means a city of literature. So a citizen of this place, or the son of Kozhikode, is establishing a university in the very same brand that has been familiar for us all these years. Now I think it is 24th year this time, 23rd year, right? Yes, 24th year. We are entering into 24th year of establishing GTech, and I'm sure by the 25th anniversary, I'm sure we all will watch the inauguration of a university, that is GTech in Mumbai. So we Kozhikode people should be so proud of our son, and me as a teacher of such a son, I'm also so proud that my student has established a university. I have taught them about the people who have been establishing universities. I've met a person with Faisal, Mr. Baba, Riaz Baba, who has been establishing universities in different parts of the world as well as in Mangalore and all. And then I requested him, see, you have established, you have started universities in different parts, but what you are going to do to the girls of my school will outshine what you have done all over the world. That's what I wrote to him in an email, and it had its effect. That is why all the team of Faisal Kozhikode, they wanted to have something here in Nadaka, and as a result we had the Nadaka school as their foundation helped us a lot, which became the 5th best government day school in India. That's in 2014, and I was the principal there, and our
ex-MLA CA Pradeep Kumar's brain was it. Everybody contributed as Marufus. GTech Women Power Project is the seed was sowed by one of the directors, right? Now it's growing. We used to say from 1 seed 100, here it is 1,000 and it's growing more than 1,000. I'm so happy, so proud of my student as you all are. These words, let me say that, should I say it is inaugurated? It is, okay. So GTech Women Power 2000 Project 2024 is being inaugurated on this stage.